ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 6 മണിയായപ്പോൾ ചേട്ടനെ ബൈ ബൈ പറഞ്ഞയച്ചിട്ട് നിൽക്കണ നിൽപ്പാണേ. നമ്മൾ പോട്ടയിലാണ് സ്ഥിരം നിൽക്കാറ്. ചേട്ടൻ്റെ അവിടെ നിൽക്കൽ കുറവാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചേട്ടൻ്റെ അവിടെ പുളിങ്കരയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഓർഡർ ദിവസം നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ചേട്ടന് സാധാരണ 7:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. പക്ഷേ 6 മണിക്ക് തന്നെ ബൈ ബൈ പറഞ്ഞയച്ചു. കാരണം പോട്ടയിലാണ് നമ്മൾ കൊറിയറും ഡിസ്പാച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് ചേട്ടൻ ഇനി അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കണം. എന്നിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചാറ്റൽ മഴ. അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് വേഗം അടിച്ചു വാരി തുടച്ചിട്ട് വേഗം പോയി കുളിക്കാമെന്ന് ഓർത്തത്. രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കുളി എന്നുള്ളത് എനിക്ക് അതൊരു ശീലമാണ്. പക്ഷേ ചില സമയത്ത് ഇപ്പം എൻ്റെ വീട്ടിൽ വെച്ച് അത് പറ്റാറില്ല കേട്ടോ. ഇവിടെയാണെങ്കിൽ സാധാരണ കുളിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് വരാറ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അടിച്ചു വാരി തുടച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു, നൈതിക്കുട്ട ഉണ്ടായതിന് ശേഷം കേട്ടോ. കാരണം ഇനിയിപ്പോൾ അവന് ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നും ആവണ്ട, മേലെ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ അടിച്ചുവാരി തുടയ്ക്കണതേ, ഇപ്പം കുറേ പേര് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ച് ഇൻസ്റ്റയിലൊക്കെ ചോദിക്കും, എല്ലാ ദിവസവും ഇത് ചെയ്യുന്നുണ്ടോ, തുടയ്ക്കുന്നുണ്ടോ, അതോ ഒരു ദിവസമാണോ ഒന്നരാടം വെച്ചിട്ടാണോ എന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്നേ. നമ്മളെങ്ങനെയാണോ ശീലിച്ചേ, അത് നമ്മളെങ്ങനെയാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മൾ ചെയ്യലല്ല. പക്ഷെ ബേസിക്കായിട്ടുള്ളൊരു വൃത്തി സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നല്ലതാണ്. നമ്മുടെ വീട് കാണുമ്പോഴൊക്കെ ഒരു പോസിറ്റീവ് വൈബ്, ഒരു പോസിറ്റീവ് എനർജി കിട്ടും. പക്ഷെ എനിക്ക് പോട്ടയിലെ വീട് അങ്ങനെ എപ്പോഴും വയ്ക്കാൻ പറ്റാറില്ല എന്നാണ് യാഥാർത്ഥ്യം കേട്ടോ. അവിടെ ഒത്തിരി ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനീതി അപ്പോൾ എന്തായാലും ഒരു ഇൻ്റർവ്യൂവിന് പോവാണ്, ബൈ ബൈ അയച്ചു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചേട്ടൻ എത്തിക്കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ച് എന്നെ വിളിക്കുകയാണ്. നമുക്ക് മീഷോയുടെ ഡെലിവറിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ ലേബിൾസ് ഡൗൺലോഡിങ് കാര്യങ്ങൾ സാധാരണ ഞാനാണ് ചെയ്യുന്നത്. ചേട്ടൻ ഇതിലൊന്നും ഇടപെടാത്ത ആളാണ്. അപ്പോൾ ഇപ്പം എന്തുണ്ടായി, എനിക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടൻ ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ഓക്കെ ആയിട്ട് സെറ്റായിട്ട് ചെയ്യും കേട്ടോ. പക്ഷേ ആദ്യത്തെ ആയതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇങ്ങനെ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ചേട്ടനത് അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പുളിയിലക്കര സെറ്റുമുണ്ട്, സെറ്റ് സാരി, മൽക്കോട്ടൻ അങ്ങനെയൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത്. മീഷോയിൽ എനിക്ക് തോന്നുന്നു കൂടുതലും സെറ്റുമുണ്ട്, സെറ്റ് സാരീസാണ് പോയിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ സൽവാർ സ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ. ഈ അകം നോക്കിയിട്ട് നിങ്ങൾ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ അകം എത്ര ഒതുക്കിയാലും ഒതുങ്ങാത്ത അകമാണ്. അത്രയും ബുക്കും സാധനങ്ങളും നമ്മുടെ വസ്ത്രീയത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സും എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ.